മലയാള സിനിമാ സംഗീതം ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ പ്രമുഖനാണ് ശ്രീ വി ദക്ഷിണാമൂർത്തി സ്വാമി. കാരണം മലയാള സിനിമ അർത്ഥസമ്പുഷ്ടമാകുന്നത് അഭിനയ മിഴിവുകൊണ്ടോ ശക്തമായ കഥാതന്തുകൊണ്ടോ മാത്രമായിരുന്നില്ല. കവിതാത്മകമായ ഗാനങ്ങളുടെ സംഗീത സാന്ദ്രമായ സംവിധാനം കൊണ്ടും ആലാപന മിഴിവുകൊണ്ടും കൂടിയായിരുന്നു. ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിലെ ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ എന്ന ഗാനം അന്നും ഇന്നും സിനിമാ പ്രേമികളുടെ ഇഷ്ടഗാനമായി തന്നെ ശേഷിക്കുന്നു. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന സിനിമയിലെ കാട്ടിലെ പഴമണം എന്ന് തുടങ്ങുന്ന ഗാനം ഏതൊരു സംഗീത പ്രേമിയെയാണ് ആകർഷിക്കാത്തത്? ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീത സ്പർശമേറ്റ ഇതുപോലുള്ള എത്രയെത്ര ഗാനങ്ങളാണ് മലയാള സിനിമയെ ധന്യമാക്കിയിട്ടുള്ളത്. സ്വാമിയെ കാണാനും കേൾക്കാനും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ വാക്കുകൾ അപ്രസക്തമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം, സ്വാഗതം സ്വാമി ACVയുടെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാമി, ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സ്വാമിയുടെ ജനിച്ച സ്ഥലത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പിന്നെ അങ്ങയുടെ സംഗീതാഭ്യസനം അങ്ങയുടെ ഗുരുമുഖത്ത് നിന്നും വളരെ ചുരുങ്ങിയ കാലമേ അഭ്യസിച്ചിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അവയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സ്വാമിയുടെ അടുത്ത് നിന്ന് തന്നെ അതൊക്കെ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഒത്തിരി താല്പര്യമുണ്ട്. അതെ അതെ, മാതാപിതാക്കളും അച്ഛൻ വെങ്കടേശ്വരയ്യര്, അമ്മ പാർവതിയമ്മാണ്. എൻ്റെ കുടുംബത്തിൽ എനിക്ക് താഴെ 6 പേരുണ്ട്. അതിൽ 2 അനിയന്മാരും 4 അനിയത്തിമാരും. പിന്നെ ഞാനാണ് മൂത്തത്. വീട്ടിലെ മൂത്തത് ഞാനാണ്. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയി. സ്കൂൾ ഫൈനൽ വരെ പഠിച്ചു. അതിന് ഇടയ്ക്കാണ് സംഗീതം പഠിച്ചത്. ഗുരു വെങ്കടാചലം പോറ്റിയാണ്. ഇത് കഥയൊക്കെ ഒരുപാട് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞാലും പറയുന്നത് അമ്മ വഴിയാണ് സംഗീത പാരമ്പര്യം. അതെ, സംഗീത പാരമ്പര്യം. അത് അമ്മ നല്ലപോലെ പാടും. അമ്മ നല്ലപോലെ പാടും. അതിപ്പോൾ ഞാനിപ്പോൾ തന്നെ ഈ സംഗീത രാജാങ്കണത്തിൽ നിന്നും പറഞ്ഞൊരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ കഥ മുഴുവനും വന്നിട്ടുണ്ട്. പിന്നെ അതിന് തന്നെ ഞാൻ തന്നെ ഇങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ സംഗീതം അമ്മയുടെ എന്നാണ് ഞാൻ ആദ്യം പഠിച്ചതെന്ന് വെച്ചാൽ അമ്മ പാടും, കൂടെ കൂട്ടത്തിൽ പാടും. അങ്ങനെ വെങ്കടാചലം പോറ്റി എൻ്റെ ഗുരുനാഥൻ, അങ്ങനെയൊക്കെ 2.5 കൊല്ലം പഠിച്ചു. ഏതൊരാൾക്കാണ് ഈ 2.5 വർഷം മാത്രം ഗുരുമുഖത്ത് നിന്നും പഠിച്ച് കച്ചേരി നടത്താൻ സാധിക്കാന്ന് അത്ഭുതത്തോടെ കേൾക്കാൻ പറ്റും. അത്ഭുതമല്ല. അതായത് ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ അമ്മ ഡെയിലി പാടും. ആദ്യം എന്നെ കിടത്തി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ അനിയത്തിയെ കിടത്തി പാടാൻ നേരത്ത് ഞാൻ ഈ 6ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ 24 കീർത്തനം വരെ പഠിച്ചു കേട്ട് അമ്മ കൂട്ടത്തിൽ അമ്മ പാടിക്കൊണ്ടേയിരിക്കും. അതൊരു പോയ ജന്മത്തിലെ ബാക്കിയായിരിക്കാം അല്ലേ ഈ സംഗീത അതെല്ലാം ഈശ്വരന്റെ നിയോഗങ്ങളാണ്. അങ്ങനെയാണ് സംഗീതത്തിലേക്ക് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. പിന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഈ ഇത്രയും കർണാടക സംഗീതത്തിൽ അത്രയും അതിൻ്റെ ശുദ്ധത, അതിൻ്റെ ശുദ്ധി മുഴുവനും അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ ഈശ്വര സാന്നിധ്യം കാണുകയും അങ്ങനെയുള്ളൊരു സ്വാമി, ഈ ഒരുപാട് അതിഭൗതികതയുടെ ഒരു അതിപ്രസരമുണ്ട് സിനിമാ ലോകത്ത്. ആ ലോകത്ത് വന്ന് ആ സംഗീത ലോകത്തും പെരുന്തച്ഛനായി മാറിയിരിക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ ഈ ഒരു ശ്രുതി ചേർക്കൽ സ്വാമിക്ക് എങ്ങനെ സാധിച്ചു? എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്തു എന്നുള്ള ഒരു വിചാരം വന്നാൽ മാത്രമേ ഉള്ളൂ അതിനകത്ത്. വാസ്തവത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതം ഈശ്വരനാണ് എന്നുള്ള
ഒരു വിചാരം. ഇന്നും മാറിയിട്ടില്ല. അതിപ്പോൾ എന്നൊരിക്കൽ എനിക്ക് എൻ്റെ മനസ്സിലത് തോന്നലുണ്ടായോ ആ ദിവസം മുതൽ സംഗീതം ഈശ്വരനാണ് എന്നും പറഞ്ഞൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതേപടി തന്നെയാണ് ഇന്നും. എന്നൊരിക്കൽ ആ ഉദ്ദേശം വന്നു തുടങ്ങിയോ അന്നു മുതൽ ഇന്നും അതേ ഉദ്ദേശം മാത്രമാണ്. എന്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. പി സുശീലയെ കൊണ്ട് മലയാളത്തിൽ അങ്ങനെ പി സുശീല എന്ന ഒരു ഗായികയെ മലയാളത്തിന് സമ്മാനിച്ചത് സ്വാമിയാണ്. പാട്ടുപാടി ഉറക്കാം ഞാൻ. ആ പാട്ട് എനിക്ക് തോന്നുന്നു അത് കേട്ട് ഉറങ്ങാത്ത ഒരു കുഞ്ഞും കേരളത്തിൽ ഒരുപക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അത്രമാത്രം എല്ലാ അമ്മമാരും അറിയാതെ പാടിപ്പോകുന്ന ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ട് സ്വാമി ചെയ്തു. അതല്ലേ പറഞ്ഞേ സർവേശ്വരൻ. അതാണ് ഞാൻ പറയണത്. എല്ലാം ഉണ്ടെങ്കിലും ഈശ്വരാധീനം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈശ്വരാധീനമാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിൽ ഒരു മനുഷ്യന് എത്രത്തോളം ഈശ്വരാധീനം ഉണ്ടാവണം അതുണ്ടാവണം. അത് നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം നമുക്ക് കിട്ടണം. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനൊന്നും ഒരു കുഴപ്പമൊന്നും വരികയില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ നിയോഗം തന്നെയായിരിക്കും സ്വാമിയുടെ സംഗീത ലോകത്തെ ഇത്രയും നാളത്തെ സംഗീത നാഴികക്കല്ലുകളായ നാരായണീയവും ജ്ഞാനപ്പാനയും അത് രണ്ടും ഈ നിയോഗമാണെന്ന് സ്വാമി പറയും. പക്ഷെ അത് മാത്രം പോരാ. എനിക്ക് അത് എങ്ങനെ സ്വാമി കമ്പോസ് ചെയ്യാനുണ്ടായ സാഹചര്യവും അതിന് ഒരു ഭൗതികമായ ഒരു സാഹചര്യം തീർച്ചയായിട്ടും കാണും. അത് സ്വാമി ഒന്നത് പറയണം. ഗുരുവായൂരപ്പനിൽ ഇത് വന്നിട്ട് അഗ്രേ പശ്യാമി ഉണ്ടല്ലോ, അത് തുടങ്ങിയാണ് വാസ്തവത്തിൽ എനിക്ക് അഗ്രേ പശ്യാമിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടല്ലോ, അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതിന് ഡോക്ടർ എസ്.കെ. നായർ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എന്തെന്നാ അതിൻ്റെ ഈ സാഹിത്യത്തിനെ പറ്റിയുള്ള ഒരു റിസർച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേരെ ചെന്നു. അങ്ങേരെ ഞാൻ കാണാൻ പോയിട്ട് ഞാൻ കാര്യം പറഞ്ഞു. സ്വാമി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പി ലീലയുടെ വീട്ടിൽ തന്നെ വന്ന് ഒരു മാസം. ഇതിനർത്ഥം അതിൻ്റെ അഭിനയം പറഞ്ഞു. ഇത് പറയണത് സത്യമായി പറയണത്. അങ്ങേരെ അതിൻ്റെ അർത്ഥവും പറഞ്ഞ് അതിൻ്റെ അഭിനയവും കാണിച്ചു തരും. അപ്പോൾ അതായത് കേദാരകുളത്തൊരു അത് ഞാൻ കേദാരകുളത്തിൽ ഇട്ടതാണ്, ഉള്ളതാണ്. അതിലാ ഒരു ഉരുത്തത്തിൽ വളരെ അതിൽ ആ സാഹിത്യം ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എന്നാൽ അവസാനത്തെ ഇങ്ങനെ മാരു വിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ആ ശരീരത്തിൻ്റെ ഇത് വന്നിട്ട് ഇവിടം വരുമ്പോൾ കൃഷാം എന്നും പറഞ്ഞ് വരും. അതായത് ആ സ്ഥലം വരുമ്പോൾ ഇങ്ങനെ കൃഷാം ഇങ്ങനെ ഒട്ടി നിൽക്കുകയെന്ന് പറഞ്ഞ് അഭിനയം കാണിക്കുകയാണ്. അപ്പം അതനുസരിച്ചാണ് ഞാൻ അതിൻ്റെ രാഗവും എടുത്ത് അത് കമ്പോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്ന് ആ എടുത്തത് ഇന്നും ഉണ്ടത്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലുത് എൻ്റെ ശബ്ദം. അതിനകത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഒന്നോ നാരായണമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശബ്ദം ഇന്നും ഉണ്ട് അവിടെ. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി തന്നു. അതിൽ ഒരു സംശയവും ഇല്ല സ്വാമി. അത് അല്ലെങ്കിൽ അത് ഇന്നും എനിക്ക് തോന്നുന്നു ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന
ഓരോ സൃഷ്ടികളാണ് അതൊക്കെ. അപ്പം എല്ലാം ഭഗവാന്റെ അതല്ലേ പറഞ്ഞേ. അന്ന് മുതലാണ് ഞാൻ തുടങ്ങിയത് സർവചരാചരത്തിനും നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ വളരെ ഒരു 3-4 കൊല്ലത്തിന് മുമ്പേ. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അതങ്ങേര് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന അഹങ്കാരമുള്ളത് നശിക്കുവാൻ. അത് ഒരാൾ ഈ ശ്ലോകം എൻ്റെ വന്ന് പറഞ്ഞു. അങ്ങനെ തോന്നാകിൽ അഖിലം ഞാനിതെന്ന് തോന്നണമെന്ന് പറഞ്ഞു നെളിഞ്ഞു പറഞ്ഞു. കോട്ടയത്ത് വെച്ചാണ് നടന്നത്. എന്താ പറഞ്ഞുകൊണ്ട് വിഷമം വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അങ്ങേര് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അങ്ങേക്ക് വിഷമമുണ്ടോ നിങ്ങൾ പറയുന്നതുകൊണ്ട്? അല്ലെ, വലിയ കഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഫാറം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. നടന്നതായത് തോന്നുന്നതാകില്ല അഖിലം ഞാനിതെന്ന വഴിയെന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു. തോന്നുന്നതാകില്ല അഖിലം ഞാൻ കീഴ്പോട്ട് പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാനെന്ന് പറയാൻ എഴുതിക്കോളെന്ന് പറഞ്ഞു. ഞാൻ എന്ന അഹങ്കാരമുള്ളത് നശിക്കുവാൻ ഞാൻ എന്ന് തോന്നാതിരിക്കണം. തോന്നുകയില്ല, ഞാനില്ല, നീ ഒന്നു മാത്രമാണ് എന്നറിവ് ഞാൻ അറിയുമായി വരിക ശരണമയ്യപ്പ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അത് എഴുതി കൈ കൊണ്ടുപോയി. വാസ്തവത്തിൽ ഒരു 15 ദിവസം കഴിഞ്ഞാണ് എന്നെ വന്ന് കണ്ടു. സ്വാമി ഇപ്പോൾ വളരെ സുഖമാണെന്ന്. അതെന്ന് പറഞ്ഞ് ഇത് നടന്ന കാര്യമായി പറയാം. അപ്പോൾ ഭഗവാൻ അല്ല, നീയില്ലെങ്കിലോ ഞാനില്ല എന്നുള്ളതൊക്കെ നീ സ്മരിച്ചിടണം. നീയാണ് സർവസ്വം എന്നോ സമർപ്പിച്ചു അയ്യപ്പ പറ്റുക ഭായി ഭായി. ഞാൻ പറയണത്, ഞാൻ എന്ന ഒരു വസ്തു വാസ്തവത്തിൽ എല്ലാവരും പറഞ്ഞത് ശരിയാണത്. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. അതായത് ഐ നോ നത്തിങ്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ചരിത്രമായിട്ട് വരണമെന്നോ അല്ലെ ഇങ്ങനെ ഇരിക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുക. ഐ നോ നത്തിങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ 2-3 കൊല്ലം പറഞ്ഞതിന് ശേഷം ഐ ആം നത്തിങ് വന്നു. ഇപ്പം അതാ പറയണേ. ഐ നോ നത്തിങ് അല്ല, ഐ നോ നത്തിങ് പോയി. അത് എന്ന് വെച്ചാൽ അത് തീർച്ചയായും പോയത് ഐ ആം നത്തിങ്. രാജാ സാറിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ അടുത്ത് പഠിക്കാൻ വന്നതിനെ പറ്റിയും, പഠിക്കാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും ഈ ജന്മത്തിൽ സ്വാമി പാടുന്നത് പോലെ അദ്ദേഹത്തിന് പാടാൻ പറ്റില്ല എന്ന ബോധ്യം വന്നതിന് ശേഷം അദ്ദേഹം വന്ന് പഠനം നിർത്തി. പക്ഷെ പഠിച്ച് ഇനി ഇത്രയും പഠിച്ച് ആ കടല് പഠിച്ച് അതിൽ ഒരു ഇത്തിരി പോലും എനിക്ക് പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ വന്നിട്ട് അദ്ദേഹം പഠനം നിർത്തിയിട്ട് വീണ്ടും സ്വാമിയെ വന്ന് ഇപ്പോഴും വന്ന് കാണുകയും ഗുരുവിന്റെ പാദങ്ങളിൽ പ്രണാമങ്ങളുണ്ട്. പക്ഷെ എനിക്കത് പഠിച്ച് എടുക്കാൻ സാധിക്കുകയില്ല ഈ ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഇതൊക്കെ ഞാൻ അതിനൊന്നും ഉത്തരവാദിയൊന്നുമല്ല. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണുമ്പോൾ സ്വാമി എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. അതിൽ ഞാൻ കൃതാർത്ഥന. കാരണം വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ ഒരു എല്ലാവരും കണ്ടിട്ട് സന്തോഷം, നമുക്കൊരു സന്തോഷം എന്ന് പറയാനുള്ള ഒരു സ്ഥിതിയിൽ ആക്കി തന്നിട്ടുണ്ട് ഭഗവാൻ. മനസ്സിലായോ? അപ്പോൾ ഇത് സംഗീതം എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് ഈശ്വരനാണ്. അതായത് ഗാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സംഗീതം. ഗാനം, അതിന് മേലൊന്നുമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ ഗാനത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ജപ കോടി ഗുണം ധ്യാനം. ഇത് നിറയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു നാമം 1 കോടി ജപിച്ചാൽ ഒരു ധ്യാനം. ജപ കോടി ഗുണം ധ്യാനം, ഒരു ധ്യാനം. ധ്യാന കോടി ഗുണം, ഒരു നാമം കോടിയായി ജപിച്ചു ഒരു ധ്യാനം. പിന്നെ ധ്യാന കോടി ജപിച്ചാൽ ഒരു ലയം. ഒരു ലയം വരുമ്പോൾ ധ്യാന കോടി ജപിച്ചിരിക്കണം. ലയ കോടി ഗുണം ഗാനം. പിന്നെ ഈ ധ്യാന കോടി കഴിഞ്ഞാൽ പിന്നെ ലയം, ഒരു ലയമേ ഉള്ളൂ. ആ ലയ കോടി ജപിക്കണം. അതിനുശേഷം വരെയുള്ളൂ ഗാനം. ഗാനാൽ പലതരം മേലൊന്നുമില്ല. ഇത് തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ ഉള്ള സ്വാമി ഒന്ന് പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്.
രാഗദേവത്തെ എന്നകത്തെ കുടി പുகுந்தாய் நீக்கதுமின்றி என்னை காக்க கௌரி மனோகரி ஆனாய் ராக தேவத்தே എന്നകത്തെ കുടി പുകുந்தாய் അകരനാഥൻ பெயரும் வைத்து ஆகமத்தில் குருமாகி அகமகிழ ஆசி தந்து இகத்தில் ஊர் நல்வாழ்வு அமைத்தராக தேவத்தே என் அகத்தே குடி புகுந்தாய் பூவிதழாம் சப்தஸ்வரங்களை தூவிடவும் துணை புரிந்தாய் பூவிதழாம் சப்தஸ்வரங்களை தூவிடவும் துணை புரிந்தாய் பாவனை கலந்து அதனை யானும் தாவிடவே தயை கூர்ந்தாய் சத்தியலோக வாழ்வு அதனின் கீர்த்தி தன்னை கேட்பதற்கு சித்துவன் சகிருதன் சாட்சியோடத்தனையும் யான் அங்கு உணர்ந்திடராக தேவத்தே என் அகத்தே குடி புகுந்தாய் நீக்கதுமின்றி என்னை காக்க கௌரி மனோகரி ஆனாய் ராகதேவத்தே என் அகத்தே குடி புகுந்தாய் என் அகத்தே കുടി പോകുന്ന ഏതായാലും ഞങ്ങൾ വളരെ ധന്യരായി. സ്വാമിയുടെ അമ്മയെ പറ്റി സ്വാമി തന്നെ രചിച്ച് സ്വാമി തന്നെ സംഗീതം നൽകിയ കീർത്തനം കേൾക്കാൻ സാധിച്ചവരും വളരെ സന്തോഷമുണ്ട്. അമ്മയാണ് സ്വാമിയെ എല്ലായിടത്തും അനുഗമിക്കുന്നതും എല്ലാം സ്വാമിക്ക് ഏത് ആ പാട്ട് പാടാല്ലേ എന്ന് സ്വാമി ചോദിക്കുന്നു. അല്ല ചോദിക്കല്ല, ഇത് ശക്തിയാണ്. ഇത് നമ്മളെ പിന്നെ എങ്ങനെ കണക്കാക്കുന്നത് അത് വേറെ വിഷയം. അത് മാത്രമേ ഉള്ളമ്മ. അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സാക്ഷാൽ ദക്ഷിണാമൂർത്തിയും ശ്രീ പാർവതിയും ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. പിന്നെ അതെ, ഭഗവാനായുള്ള കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് അഭിപ്രായമുള്ളൂ, വേറൊന്നും. അതുകൊണ്ട് ഈ വരുന്ന ഓണം എല്ലാവർക്കും എല്ലാം സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ആനന്ദവും ശ്രേയസ്സും, മനസ്സിലായോ? എല്ലാം ആദ്യം മുതൽ അന്തം നല്ലപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവചരാചരത്തിനും നമസ്കാരം, ചരാചര ഗുരുവിനും നമസ്കാരം. നാരായണ നാരായണ നാരായണ.